അമ്മയ്ക്ക് മകൻ കൊടുത്തത് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ അമ്മയെ തീർച്ചയായിട്ടും ഉപേക്ഷിക്കുവാനായിട്ട് അമ്മയുടെ പ്രാർത്ഥനകൾ ഉപേക്ഷിക്കുവാനായിട്ട് അമ്മയെ ഒരിക്കലും കഴിയുകയില്ല. നമ്മുടെ പ്രാർത്ഥനകളിലായിരിക്കട്ടെ നമ്മുടെ നഗരത്തെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ. രോഗങ്ങളിൽ നിന്ന് വിടുതൽ നൽകി സമാധാനവും സന്തോഷവുമുള്ള ഐശ്വര്യമുള്ള നാളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഓണങ്ങൾ വരാൻ പോവുകയാണ്. ഓണങ്ങൾ ആഘോഷിക്കുമ്പോൾ ഐശ്വര്യവും സമൃദ്ധിയുമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് കാണുന്നത്. അത് നമുക്ക് വിശ്വാസത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ സമൂഹത്തിലേക്ക് ഇടവകളിലേക്ക് ശുശ്രൂഷകളിലേക്ക് കർത്താവ് ചൈതന്യം അർപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ചൈതന്യത്തെ നിലനിർത്തുവാനുള്ള കൃപ നൽകണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പരിഗണനയുടെ ഇടവകയ്ക്ക് മംഗളങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സഹോദരനെ ദൈവരഹസ്യങ്ങളും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാപങ്ങൾ കൊണ്ട് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ.
ഒന്നാം വായന വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് 11-ാം അധ്യായം 19 മുതൽ 12 വരെയും 1-6-10 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയൊരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാനാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന്റെ വാൾ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പും തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെ അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കർത്താവിന്റെ വചനം. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ രത്നീതാനിപ്പൂ. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ രത്നീതാനിപ്പൂ. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ രാജ്ഞിതാ നിൽപ്പൂ. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ രാജ്ഞിതാ നിൽപ്പൂ. മകളെ കേൾക്കുക, ചെവി ചായ്ക്കുക, ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ രാജ്ഞിതാ നിൽപ്പൂ. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ രാജ്ഞിതാ നിൽപ്പൂ. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ രാജ്ഞിതാ നിൽപ്പൂ. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ
ആദരിതരായ അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ രത്നീത നിൽപ്പൂ. നിന്റെ വലതുവശത്ത് സ്വർണ്ണമണിഞ്ഞ രത്നീത നിൽപ്പൂ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് 15-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പ്രഥമഫലം ക്രിസ്തുവാണ്, അനന്തരം അവിടത്തേക്കുള്ളവർ. സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരായിരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിന്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തന്റെ പാദസേവകരാകുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാലാഖ വൃന്ദങ്ങൾ ആനന്ദത്തിൽ ആറാടുന്നു. ഹല്ലേലൂയ.
മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പരിഹരിക്കും. ശക്തനായവനെ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്നെ ഭൂമി കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയജാലത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മരിച്ചു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങളോട് സംതൃപ്തരാക്കി. സമ്പന്നരെ ദീർഘതയോടെ പറഞ്ഞയച്ചു. തന്റെ മാലിന്യ മനസ്സരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവരുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. സുവിശേഷമാണ് നാം കേട്ടത്. ക്രിസ്തുവേ അങ്ങയെ സ്തുതി. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഈശോ അച്ഛൻ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ പ്രത്യേകിച്ചും വലിയനാട് സമൂഹത്തിന്റെ ഈ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മാതാവിന്റെ എല്ലാവിധ അനുഗ്രഹം നേരുകയാണ്. ഇന്ന് നമുക്കറിയാം, മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഭാരതം അതിന്റെ സ്വാതന്ത്ര്യ ദിനം കൂടി ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത ഇതാണ്: മാതാവ് തന്റെ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഉപയോഗിച്ചത്? ആ സ്വാതന്ത്ര്യത്തിലൂടെ നമുക്കൊക്കെ രക്ഷ എങ്ങനെയാണ് കൈവന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി എന്റെ ചിന്ത പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്നത്. എന്താണ് സ്വാതന്ത്ര്യം? വലിയൊരു ചോദ്യമാണ്. അത് നമുക്ക് ഒരു ചെറിയ ഡെഫിനിഷനിലേക്ക് ചുരുക്കിക്കളയാൻ സാധിക്കുകയില്ല. സ്വാതന്ത്ര്യം എന്നത് ഇന്നും തത്വചിന്തകന്മാരുടെ ഇടയിൽ വളരെയധികം വിശകലനം ചെയ്യപ്പെടുന്നതാണ്. ഇനി സ്വാതന്ത്ര്യത്തെ കുറിച്ച് സഭയിലെ പിതാക്കന്മാരെന്താണ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇപ്രകാരമാണ്: നമ്മളൊക്കെ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നമുക്ക് സ്വന്തമായി ഒന്നുമില്ല. ദൈവം തന്നതാണ് നമുക്കുള്ളതെല്ലാം. നമ്മുടെ ശരീരം, ആരോഗ്യം, പണം, സമ്പത്ത് എല്ലാം തന്നെ ദൈവം നൽകിയതാണ്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്? അവിടെയാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, നമുക്ക് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം മാത്രമാണ്. മറ്റൊന്നുമില്ല സ്വന്തമായിട്ട്. സ്വാതന്ത്ര്യം മാത്രം ദൈവം നമുക്ക് നൽകി. ദൈവം നമ്മെ അത്രയധികം ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായുള്ള സൃഷ്ടിപരമായ ഒരു എബിലിറ്റി ദൈവം നൽകി. അതുകൊണ്ടാണ് ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചതിന് ശേഷം ഈ തോട്ടം നൽകിയെന്ന് പറഞ്ഞു. ഈ തോട്ടത്തിന്റെ അരികിലുള്ള മരത്തിൽ നിന്നുള്ള ഫലം ഭക്ഷിക്കരുതായിരുന്നു. ദൈവത്തിന്റെ ഇടയിലുള്ള മരം അങ്ങനെ ഇല്ലാതാക്കുമായിരുന്നു. പക്ഷേ അതിനെ അവിടെ നിലനിർത്തിയപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റ് ചെയ്യുവാനും തെറ്റ് ചെയ്യാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകുന്നു. അവരെ ആദ്യ മാതാപിതാക്കൾ അവരുടെ സ്വാതന്ത്ര്യം വിനിയോഗിച്ചപ്പോഴാണ് നമ്മൾ തെറ്റിലേക്ക് പോകുന്നത്. ആദ്യമായി തെറ്റ് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സ്വാതന്ത്ര്യം വിനിയോഗിച്ചപ്പോഴാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ളത് മാത്രമാണ്. സ്വാതന്ത്ര്യം എന്ന ഒന്ന് മാത്രം സ്വന്തമായിട്ടുള്ള നമ്മൾ ചെയ്യുമ്പോൾ നന്മയിലേക്ക് ചായുന്നു, അല്ലെങ്കിൽ തിന്മയിലേക്ക് ചായുന്നു. അവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗം നാം കാണുന്നത്. ഈ
ഇനി മറിയത്തിന്റെ ജീവിതത്തിൽ അവളുടെ സ്വാതന്ത്ര്യത്തെ ദൈവം ബഹുമാനിച്ചത് എങ്ങനെയാണ്? വെറും സൃഷ്ടികളിൽ സൃഷ്ടിയായ മറിയത്തെ ഇസ്രായേലിന്റെ പാരമ്പര്യം എടുത്തു നോക്കിയാൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രാധാന്യമില്ല. അവരുടെ അഭിപ്രായം ചോദിക്കുക പോലുമില്ല. അവിടെയാണ് ദൈവം വ്യത്യസ്തനാകുന്നത്. ദൈവം മറിയത്തിന്റെ മുമ്പിൽ വന്ന് ചോദിച്ചു. ഒരുപക്ഷെ അവരുടെ ആ ഒരു സ്ത്രീകളായിരുന്നത് കൊണ്ട് ദൂരെ അഴിച്ചു ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്കാവട്ടെ. ഗിവിംഗ് പെർമിഷൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവൾ അതിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. അങ്ങനെ അവളുടെ സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ട് അവൾ പറയുന്നു, behold I am. അങ്ങനെ പറയുമ്പോൾ ആദിമാതാപിതാക്കൾ ഹവ്വായിലൂടെ മനുഷ്യരാശി മുഴുവൻ തെറ്റിലേക്ക് കൂപ്പുകുത്തിയത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി വീണ്ടും ഇതാ മറിയം തന്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നു, നന്മയിലേക്ക് ചായുവാൻ വേണ്ടി. അങ്ങനെ നമ്മളെ നന്മയിലേക്ക് നയിക്കുകയാണ് മറിയം തന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗത്തിലൂടെ. ഈ നമ്മുടെ സൃഷ്ടികളുടെ സൃഷ്ടിയായ മറിയത്തിന്റെ അടുത്ത് വന്ന് ദൈവം പറയുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? മനുഷ്യരെ കൂടിയാകുവാനായിട്ട്. മനുഷ്യരെ കൂടിയാകുവാനായിട്ട് മനുഷ്യന്റെ അടുത്ത് വന്ന് അവന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്ന ദൈവം. അവിടെ ദൈവത്തിന് മനുഷ്യൻ ഛായ നൽകുവാൻ വേണ്ടി മറിയം സഹായിക്കുകയാണ്. ദൈവത്തിന് വേണമെങ്കിൽ വേറെ രീതിയിൽ ഒക്കെ മനുഷ്യരോ എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, നമ്മളുടെ സ്വാതന്ത്ര്യം ദൈവം ഒത്തിരിയേറെ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ചോദിച്ചപ്പോൾ മറിയം നൽകിയ ഒരു സമ്മാനമാണ് തന്റെ സകലത്തിലൂടെയും തന്റെ ജീവിതം സമർപ്പിക്കുന്നതിലൂടെയും ദൈവത്തിന് മനുഷ്യ ഛായ നൽകി. അങ്ങനെ ദൈവത്തിന് മനുഷ്യ ഛായ നൽകിയപ്പോൾ ദൈവം പ്രതിസമ്മാനമായി മറിയത്തിന് നൽകിയതാണ് ദൈവീക ഛായ. ദൈവത്തിന് നശ്വരമായ ദൈവത്തിന് മനുഷ്യ നമ്മുടെ ക്ലേശായ മാറ്റം സംഭവിക്കുന്ന രൂപത്തിലേക്ക് ആകുവാൻ വേണ്ടി മറിയം സഹായിച്ചപ്പോൾ ദൈവം മറിയത്തെ പ്രതിസമ്മാനമായി നൽകിയതെങ്ങനെയാണ്? ഉദരവുകൂടിയെടുത്തു. മാറ്റം സംഭവിക്കാത്ത ശരീരമാണ് നൽകിയത്. പ്രതിസമ്മാനമായി ദൈവിക രൂപം നൽകുകയാണ്. ഉടലോടുകൂടെ സ്വർഗത്തിലേക്ക് എടുത്തു. ദൈവത്തിന് മനുഷ്യ ഛായ നൽകുന്നവർക്ക് ഇതാണ് പ്രതിഫലം നൽകുക. ദൈവത്തിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ടാണ് ഈശ്വരവും അനശ്വരമായി നിലനിൽക്കുന്നത്. ദൈവത്തിന് മനുഷ്യ ഛായ നൽകുവാൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയിലൂടെയും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ വിനിയോഗത്തിലൂടെ നമുക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കണം. നമുക്ക് ദൈവിക ഭാവവും രൂപവും ലഭിക്കും. മറിയത്തെ പോലെ വിശുദ്ധരുടെ ഗ്രഹത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ദൈവം കൂട്ടിക്കൊണ്ടുപോകും. അതിന് ചെയ്യേണ്ടത് സ്വാതന്ത്ര്യത്തിന്റെ കൃത്യമായ വിനിയോഗമാണ്. അതെ, ദൈവത്തിന് രൂപവും ഭാവവും നൽകാൻ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ പ്രവൃത്തിയും സാധിക്കും. ഒരു വ്യക്തി ഒരു നന്മ ചെയ്യുമ്പോൾ അവൻ പറയും, ഞാൻ ദൈവത്തെ കണ്ടുവരുന്നു. ഏസാവും യാക്കോബും തമ്മിൽ അഭിപ്രായപ്പെട്ടതിനായി യാക്കോബ് ദൂരെയായിരുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പേടിയായിരുന്നു തിരിച്ചു വരുവാൻ. പക്ഷെ യാക്കോബ് തിരിച്ചു വന്നപ്പോൾ ഏസാവ് അതൊക്കെ ക്ഷമിച്ചു. എന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുമ്പോൾ യാക്കോബ് പറയുന്നത്, നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ ഇരിക്കുന്നു. നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെ
അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോലും കഴിയുന്നില്ല. ആഴ്ചയും അമ്മയും ചങ്ങലയിലിരിക്കുന്നത് പോലെയാണ്. ഒരു വെറുതെ പാട്ട് പോലും കഴിയില്ല. എവിടെ പോയാലും അവരൊരു കണ്ണ് എന്റെ പേരുണ്ട്. മാത്രവുമല്ല സ്വാതന്ത്ര്യമില്ല. ചങ്ങലയിലിരിക്കുന്നത് പോലെയാണ്. ജീവിതത്തിന് പോലും ഇത് തോന്നുന്നില്ല എന്ന്. എന്നാൽ ഈ ഫാമിലിയെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഡാഡി വന്നപ്പോൾ ഡാഡിയുമായി സംസാരിച്ചപ്പോൾ ഡാഡി പറയുകയാണ്, അച്ഛോ അവിടെ ഈ കൾച്ചറിനെ ഗ്രഹിച്ചു കഴിഞ്ഞു. അവിടെ എന്തെല്ലാം പുണ്യവാസമാണ് ചെയ്തതെന്നോ ഞാനതൊന്നും സമ്മതിക്കില്ല. കാരണം ഞാൻ ഇന്ത്യ രീതിയിലാണ് വളർന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും ആലോചിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ അവിടെ ഒരു ക്ലാഷാണ്. അധികാരം, സ്വാതന്ത്ര്യം. പിതാവ് അധികാരം ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ കുട്ടിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യമില്ലായ്മയായിട്ടാണ്. ഇവിടെയാണ് യഥാർത്ഥ അധികാരം തുടങ്ങുന്നത്. എവിടെ നിന്നാണ്? അതിന്റെ രണ്ടിനെയും നടുവിലൊരു സംഗതിയുണ്ട്, സ്നേഹം. ഈ സ്നേഹം എന്ന ഒന്നുണ്ടെങ്കിൽ അവിടെ അധികാരവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള വ്യത്യാസം അത് അനുഭവവേദ്യമാകില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ കുടുംബത്തിലെ അപ്പൻ അല്ലെങ്കിൽ അമ്മ ഒത്തിരി സ്നേഹത്തോടുകൂടെ മക്കളോട് പറയുകയാണെങ്കിൽ അതിന് ശാസ്ത്രീയ രൂപമുണ്ടെങ്കിൽ പോലും അത് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായി തോന്നുകയില്ല മക്കൾക്ക്. കാരണം മക്കൾക്കറിയാം സ്നേഹമുള്ളതുകൊണ്ടാണ് അപ്പൻ അല്ലെങ്കിൽ അമ്മ ഈ സ്വാതന്ത്ര്യം, ഈ അധികാരം ഉപയോഗിക്കുന്നത്. എന്നാൽ സ്നേഹമില്ലാതെ അധികാരം ഉപയോഗിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവന് വേദന വരുന്നു, സ്വാതന്ത്ര്യമില്ലായ്മ വരുന്നു. ഇവിടെയാണ് നമുക്ക് വ്യത്യാസം കാണാൻ കഴിയുക. സ്നേഹത്തോടുകൂടെ അധികാരം ഉപയോഗിക്കുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ വളർന്നു വന്നാൽ പോലും അവരുടേതായ സ്റ്റാൻഡേർഡ് ആകുമ്പോഴും വളർന്നു വലുതാകുമ്പോഴും അവർ മാതാപിതാക്കളെ ബഹുമാനിക്കും. കാരണം അവരുടെ അധികാരം സ്നേഹത്തിൽ ബേസ് ചെയ്ത ഒന്നായിരുന്നതുകൊണ്ട്. വളർന്നു വരുമ്പോൾ ചിലപ്പോഴൊക്കെ മാതാപിതാക്കളെ ദൂരെ എറിഞ്ഞുകൊണ്ട് മക്കൾ തോന്നിയതുപോലെ പോകും. കാരണം എന്താണ്? സ്നേഹത്തിൽ അധിഷ്ഠിതമായ അധികാരമല്ല ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധി കഴിയുമ്പോൾ ചില അധികാര പ്രയോഗങ്ങളെ ശക്തമായി എതിർക്കുന്ന കുട്ടികളെ കാണാറുണ്ട്. ഇവിടെയാണ് സ്നേഹിക്കുന്നത്. അധികാരവും സ്വാതന്ത്ര്യവും അതിന്റെ പരിപൂർണമായ ലേഖനത്തിന് സ്നേഹം ആവശ്യമാണ്. ഇവിടെ മറിയം നമുക്ക് വലിയൊരു മാതൃകയാണ്. നമ്മളൊക്കെ ഒത്തിരിയേറെ സ്നേഹിച്ചു. ഈ സ്നേഹം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് മറിയത്തിന് ചില അധികാരങ്ങൾ ലഭിക്കുന്നത്. കാലയുടെ കൈകാണില്ല. മറിയത്തിന് അറിയാമായിരുന്നു യേശുവിന്റെ ജീവൻ കഴിവുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അവിടെ മറിയം പറഞ്ഞു അവർക്ക് വീഴില്ല. വേറൊന്നിനെ പറഞ്ഞതിനായി സർവസ്വീകരിച്ചെന്ന് പറയുകയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അവിടെ ഒരു ശാസ്ത്രമുണ്ട്, നീ ചെയ്യാനുള്ളത് ചെയ്യുക. പക്ഷേ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒന്നായതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല. സ്നേഹത്തിൽ അധിഷ്ഠിതമായ അധികാരം അവരെ യേശു മനസ്സിലാക്കുന്നു. വീണ്ടും മറ്റൊരവസരത്തിൽ ചോദിക്കുകയുണ്ടായി, ദേവാലയത്തിൽ വെച്ച് 2-3 ദിവസം യാത്ര ചെയ്ത് കാണാനായി തിരിച്ചു വന്ന് കണ്ടു കഴിയുമ്പോൾ മാതാവ് ചോദിച്ചു, മകനെ നീ എന്നെ ഇങ്ങനെ ചെയ്യുന്നു? അപ്പോഴും യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അരികളിൽ അർഹനാകേണ്ടതല്ലയോ? അവിടെയും യേശു അമ്മയെ മനസ്സിലാക്കി. അധികാരത്തിന്റെ ശരിയായ വിനിയോഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. സ്നേഹമുള്ളവരെ, ഇന്ന് സ്വാതന്ത്ര്യത്തെ
ഈ മെസ്സേജ് ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന്റെ ശരിയായ വിനിയോഗത്തിലൂടെ നമ്മയൊക്കെ രക്ഷാകരമായ അവസ്ഥയിലേക്ക് നയിച്ച മറിയത്തിന് ദൈവം നൽകിയ പ്രതിസമ്മാനമാണ് ദൈവികമായ രൂപവും ഭാവവും നൽകി. ദൈവികമായ ഇമോർട്ടൽ സ്റ്റേറ്റസ് ഓഫ് ഹെർ ബോഡി. ദൈവത്തിന് മനുഷ്യ ഛായ നൽകിയതിന് പ്രതിസമ്മാനമായി ദൈവിക ഛായ നൽകി മറിയത്തെ അനുഗ്രഹിച്ചു. നമുക്കും നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന് മനുഷ്യ ഛായ നൽകുവാൻ പരിശ്രമിക്കാം. അങ്ങനെ ദൈവിക ഛായ സ്വന്തമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം. ഇന്ന് മാതാവിന്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിന്റെ ഈ നല്ല മാതൃക പിന്തുടരുവാനും ജീവിതത്തിൽ അനുവർത്തിക്കുവാനും വേണ്ട കൃപയായിട്ട് അവരെ ദൈവിക ഛായ സ്വന്തമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കും. അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും സർവശക്തമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാവരും മുമ്പ് പിതാവിനും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തതും പിതാവായ സത്യയും ഏകമായ അവിടുന്ന് വഴി സർവ്വവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി. പരിശുദ്ധാത്മാവ് കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൂർവ്വസ്ഥിതിയിലെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം തീർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ ഉത്ഥാനം ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെയും വേണ്ടത്. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവനാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുടെ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള വേദനാസ്നാനം ഞാൻ എടുക്കുകയും പരിശുദ്ധവും ദൈവത്തിന്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാം. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ലോകം മുഴുവൻ അങ്ങയെ പ്രഘോഷിക്കുവാനായി പരിശുദ്ധ പിതാവിനെയും മിത്രാന്മാരെയും വൈദികരെയും സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം അമ്മയുടെ തിരുനാൾ ദിവ്യബലി അർപ്പിക്കുന്ന മുഖ്യ കാർമ്മികൻ ഫാദർ ടിജോ സേവ്യർ, പ്രഘോഷണം നടത്തിയ ഫാദർ പോൾ വിൻസെന്റിനെയും മറ്റച്ഛന്മാരെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക വികാരി സൈറസ് കളത്തിൽ അച്ഛനെയും സഹവികാരി മനീഷ് അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു.
ഇവർ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുവാനും എല്ലാ ഇടവക മക്കളെയും ആത്മീയ ചൈതന്യത്തിൽ നയിക്കുവാനും വേണ്ട കൃപ ഇവർക്ക് നൽകണമേ എന്ന് സ്വർഗാരൂഢ മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങളുടെ ഇടവക സമൂഹത്തെ സമർപ്പിക്കുന്നു. നാം എല്ലാം ദൈവത്തിരുമുമ്പിൽ സമന്മാരാണെന്ന ബോധ്യത്തിൽ അവിടുന്ന് നൽകിയ ദാനങ്ങൾ മറ്റുള്ളവരുമായി പങ്കിട്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി സ്നേഹത്തിലും ഒരുമയിലും സഹകരണ മനോഭാവത്തോടെ ജീവിച്ച് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ചൈതന്യവും മാതൃകയും കാത്തുസൂക്ഷിക്കുവാൻ ഓരോ വ്യക്തിയെയും കുടുംബാംഗങ്ങളെയും കൂട്ടായ്മകളെയും അനുഗ്രഹിക്കണമേ എന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വൈദ്യനായ ഈശോയെ, പലവിധ രോഗത്താൽ ശാരീരികവും മാനസികവുമായി വേദനിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന പകർച്ചവ്യാധിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, രോഗങ്ങളിൽ മരുന്നായും വേദനകളിൽ ആശ്വാസവുമായി മാറണമേ. അങ്ങയുടെ തിരുരക്തത്താൽ സൗഖ്യപ്പെടുത്തണമെന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്കൃഷ്ട കാര്യങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരുണ്യവാനായ ദൈവമേ, എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ കരുണയ്ക്കും സ്നേഹത്തിനുമായി സമർപ്പിക്കുന്നു. ജീവിതത്തിലെ ഈ നല്ല സമയം മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടാതെ ദൈവസ്നേഹം മനസ്സിലാക്കി ദൈവത്തോടുള്ള ഭക്തിയിലും ഭയത്തിലും വളർന്നു വരുവാനും അങ്ങയുടെ പാത പിന്തുടരുവാനുമായി ജീവിച്ച് ജീവിതം ക്രമീകരിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനും പുനരുദ്ധാനം ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത നല്ല നാഥ, ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലിലേക്ക് വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എന്നിവരുടെയും ആത്മാക്കളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ മൂലം മരിച്ചവരെയും സമർപ്പിക്കുന്നു. അവർ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിച്ച് സ്വർഗത്തിൽ അങ്ങയുടെ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാൻ അവരെ യോഗ്യരാക്കണമെന്ന് സ്വർഗാരോപിത മാതാവ് വഴി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അധികവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സത്യയുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിലൂടെ തന്നെയാണല്ലോ ഞങ്ങൾ വിശ്വാസപൂർവ്വമായി ആശിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സമ്പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
യഥാർത്ഥത്തിൽ
ദൈവികവുമായും തീർമാനജനത്തിന് ഉറച്ച പ്രത്യാശയുടെയും സമാശ്വാസത്തിന്റെയും അടയാളമായും കന്യകയായ ദൈവമാതാവ് ഈ ദിനം സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എല്ലാ ജീവന്റെയും ഉടയനായി മനുഷ്യവാഴ്ചയായി പുത്രന് അത്ഭുതകരമായി ജന്മം നൽകിയവൾ കല്ലറയിൽ അഴിയുന്നത് കാണുവാൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങേ ആഹ്ലാദപൂർവ്വം പ്രഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ അറിയാം ആദരിക്കുന്നു. Navino
സനാതനമായ ഉടമ്പടിയുടെ പാലകാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം ഈ പാപത്തിൽ നിന്ന് ഒഴിയുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, അവിടെ ഞാനോഗ്യം പോകുന്നുണ്ട്. അങ്ങേക്ക് നിൽക്കുന്നതിനും അങ്ങേ പരിശീലിക്കുന്നതും ആരാധിക്കുന്നതും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ രക്ഷയുടെ പാനപാത്രവും അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ വ്യക്തിത്വം പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചുകിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ അൻസിഷ്ടാതയോടും ഞങ്ങളുടെ രൂപതീക്ഷനായ അലങ്കരിക്കുന്നതിനോടും വൈദികരോടും സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. വിയർപ്പിന്റെ പ്രത്യാശയോടും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്കും അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെയും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൈവമാതാവായ പരിശുദ്ധയോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവേ, പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആദരിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നിലവാർന്നു നൽകണമേ.
ചെയ്യുമാറാകട്ടെ. സമാധാനം ഞങ്ങൾക്ക് നൽകൂ. എന്റെ സമാധാനം ഞാൻ തരുന്നത് നീ അപ്പോസ്തലന്മാരുടെ അഭിഷേകകർത്താവായ യേശുക്രിസ്തുവേ, നിങ്ങളുടെ പാപങ്ങൾ എന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിനുണ്ടാകട്ടെ. അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യാൻ ഈ പ്രാർത്ഥന കേട്ടതാണ്. സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകട്ടെ. പരസ്പര സമാധാനം ആശംസിക്കുന്നു. Amen.
കർത്താവേ, വിസ്മയമായ സ്വീകരിച്ച് അപേക്ഷിക്കുന്നു. ഈ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ശാശ്വതമായ സ്വാതന്ത്ര്യം നേടിത്തരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ായ
വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇപ്രാവശ്യം നമുക്കെല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടാൻ സാധ്യമായിരിക്കുന്നു. അതിന് ആദ്യമേ തന്നെ സ്വർഗാരോപിത മാതാവിന് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ആദ്യമേ നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ ബഹുമാന്യനായ ജോൺസൺ അച്ഛനാണ്. അച്ഛൻ കുറേ തിരക്കുകളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ തിരുനാൾ ആദ്യമായിട്ട് നടത്തുന്നത് കഴിഞ്ഞ പ്രാവശ്യവും അച്ഛൻ പങ്കെടുക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം അതോട് നിർബന്ധമായിട്ടും വരണമെന്ന് പറഞ്ഞായിരുന്നു. കാരണം 3 മണിക്കൊക്കെ അച്ഛൻ എനിക്ക് മെസ്സേജ് ഇടുന്ന ചില സമയത്ത്, എന്നിട്ട് രാവിലെ വിളിച്ച് പറയുകയും ചെയ്തു, മെസ്സേജ് ഇട്ടിരുന്നല്ലോ കണ്ടില്ല വരുന്നത്. അത്രയും അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് നമുക്ക് എല്ലാം വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് അച്ഛൻ്റെ പ്രസന്റ് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ആദ്യമേ തന്നെ ജോൺസൺ അച്ഛനെ മരിയനാട് സ്വർഗാരോപിത മാതാവിന്റെ നാമധേയത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. പ്രധാന കാരണത്തിൽ വെച്ചത് റവറൻഡ് ഫാദർ ടിറ്റോ സേവ്യർ അച്ഛനാണ്. വളരെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ എല്ലാവരെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ടിറ്റോ സേവ്യർ അച്ഛന് സ്വർഗാരോപിത മാതാവിന്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. വചനപ്രഘോഷണം നടത്തിയത് ഫാദർ പോൾ വിൻസൻ. മാതാവിനെ കുറിച്ചും കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വാചാലനായി ഒരു പ്രാർത്ഥന നടത്തിയ ഫാദർ പോൾ വിൻസൻ അച്ഛന് സ്വർഗാരോപിത മാതാവിന്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. കൂടാതെ ഖാനം ബോബ് അദ്ദേഹത്തിനും സ്വർഗാരോപിത മാതാവിന്റെ നാമധേയത്തിൽ നന്ദി അർപ്പിക്കുന്നു. ചാപ്ലിൻസിലെ എല്ലാ അംഗങ്ങൾക്കും, പ്രത്യേകിച്ച് സുസാൻഗിരി, അദ്ദേഹം കുറേ നാളുകളായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഞങ്ങളെ സഹായിക്കാനും ഞങ്ങളുടെ പ്രചോദനമായി കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനും ചാപ്ലിൻസിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഇടവകയിലെയും നമ്മുടെ ഇവിടെയുള്ള അമ്മച്ചിമാര് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഒരുപാട് നൽകി നമ്മുടെ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനകളായി നിന്നിട്ടുണ്ട്. എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ബഹുമാന്യ ക്രിസ്റ്റി ചേട്ടൻ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ എല്ലാവരും സഹായം ഉണ്ടായിരുന്നു. ക്രിസ്റ്റി ചേട്ടനെ നന്ദിയോടെ സ്മരിക്കുന്നു. സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളും, അതിലുപരി ഞങ്ങളുടെ ഇടവകയിലെ തന്നെ യുവജന സുഹൃത്തുക്കൾ, അവരെയും നന്ദിയോടെ മാതാവിന്റെ നാമധേയത്തിൽ സ്മരിക്കുന്നു. തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, പ്രധാനമായും ഗായക സംഘം ഞങ്ങളെ റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ ഞങ്ങളുടെ പ്രത്യേക നന്ദിയോടെ സ്മരിക്കുന്നു. അതിലുപരി സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ സംപൂജരാക്കിയ പ്രിയമുള്ള എല്ലാ മാതാവിന്റെ വിശ്വാസങ്ങളെയും സ്വർഗാരോപിത മാതാവിന്റെ നാമധേയത്തിൽ, മരിയനാട് ജനങ്ങളുടെ നാമധേയത്തിൽ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ഒരു കാര്യം കൂടി കഴിയുമ്പോൾ നമുക്ക് പ്രാവശ്യം സ്തോത്ര കാഴ്ചയില്ല, അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാതാവിന്റെ സ്വരൂപം നമുക്ക് തൊടുവാനുള്ള വരുന്നവർക്ക് എന്തെങ്കിലും നേർച്ചകൾ നൽകുവാനുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇടാവുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു. Hallelujah.
എഴുത്തിനിരുത്തുന്ന കുഞ്ഞുങ്ങളും വരിക, മറ്റുള്ളവർ മുട്ടുമേലിരിക്കുക. മായ
സമയം ഇതിനുവേണ്ടി സന്നിധി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയുടെ പരിശുദ്ധാത്മാവോടെ ഈ ഇതിനെപ്പോഴുള്ള പരിശുദ്ധാത്മാവിന്റെ ഹൃദയം അനുഭവം നൽകി ഇതിനെ കാത്തുകൊള്ളുന്നേ ഈ അമ്മയോട് ഈ സമയം ഒഴികെയോട് ഈ ഇതിന് എല്ലാ കഴിവുകളും ലഭിക്കുവാനും സന്നിധി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധാത്മാവിനുള്ള വിജ്ഞാനം ആലോചിച്ച് കുഞ്ഞുങ്ങളെ നാവിലെ വിശ്വസിച്ചുകൊണ്ട് അവരെ കൊണ്ട് അരിയിൽ വിശ്വരി പരിശുദ്ധാത്മാവിന് വിജ്ഞാനം നൽകി അത് കഴിഞ്ഞ ശേഷം അച്ഛൻ നിങ്ങളെ പ്രാർത്ഥിച്ച് ആശീർവാദമായി. Thank you.
Swara
Hallelujah.